കുറേയധികം നാളുകൾക്ക് മുൻപ് ഒരു നടൻ്റെ അസ്വാഭാവിക മരണത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളുണ്ടായിരുന്നു. അസ്വാഭാവിക രീതിയിലായിരുന്നു ആ നടൻ്റെ മരണമെന്ന് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ നടൻ ദിലീപിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ടായിരുന്നു. ആരാധകരെപ്പോഴും ഏറ്റെടുക്കുന്ന വാർത്തയായിരുന്നു അതെന്നും കൂടി വ്യക്തമാക്കണം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരുടെ ഏറ്റവും വലിയ സങ്കട വാർത്തയായിരുന്നു. നടൻ ദിലീപിൻ്റെ മകൾ ഇപ്പോൾ മാസങ്ങൾക്ക് ശേഷം അച്ഛൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. അന്ന് ഇത് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അന്ന് പറയാനുള്ള സാഹചര്യം എനിക്കില്ലായിരുന്നു. ഇതായിരുന്നു എൻ്റെ അവസ്ഥ എന്നുകൂടി പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എഴുതുന്നത് എൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഒപ്പം കുറച്ചധികം നാളുകളായി തന്നെ ഉണ്ടായിരുന്നൊരു വിഷമമാണ്. അന്ന് എനിക്കത് പറയാൻ സാധിച്ചിരുന്നില്ല, എന്നാൽ ഇന്നെങ്കിലും എനിക്കത് പറഞ്ഞേ മതിയാകൂ. അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് എനിക്കും എഴുതാനുള്ളത്. 4 മാസങ്ങൾക്ക് മുൻപ് എൻ്റെ ജീവിതവും എല്ലാം മാറി മറിഞ്ഞിരുന്നു. എൻ്റെ അച്ഛനെ എനിക്ക് നഷ്ടമായി. അദ്ദേഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ പിന്തുണയായിരുന്നു, എൻ്റെ ഏറ്റവും വലുതായിരുന്നു. അതായത് എനിക്ക് എൻ്റെ ഫാമിലി എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അദ്ദേഹത്തിനെ നോക്കിയാൽ മനസ്സിലാകും. അങ്ങനെ എനിക്കും എൻ്റെ ഫാമിലിക്കും എല്ലാമായിരുന്ന ഒരു വ്യക്തിയാണ് മരിച്ചത്. അദ്ദേഹം മരിച്ചത് വളരെ പെട്ടെന്നായിരുന്നു, ഷോക്കിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും അതിൻ്റെ ഒരു ട്രോമയിൽ തന്നെയായിരുന്നു. ആ ട്രോമയിൽ നിന്ന് ഞങ്ങൾ വരാൻ കുറേയധികം താമസിച്ചു. അതുപോലെ തന്നെ അങ്ങനെ ഒരു ദുഃഖത്തിലൂടെയും ഹൃദയം തകരുന്ന വാർത്തയിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോഴും ഞങ്ങളെ ഉപയോഗിച്ച ഒരുപാട് പേരുണ്ട്. ചില യൂട്യൂബ് ചാനലുകൾ, ചില വാർത്താ ചാനലുകൾ, ചില തംബ്നെയിലുകൾ, ചില പോസ്റ്റുകൾ, ചില ആളുകൾ ഇങ്ങനെയാണ് ഞങ്ങളെ വിമർശിച്ചത്. ഞങ്ങളെ മാത്രമല്ല, അച്ഛനെയും. എനിക്കത് സഹിക്കാൻ പോലും പറ്റിയില്ല. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുകയായിരുന്നു. അതുപോലെ തന്നെ വളരെയധികം വേദനിപ്പിക്കുന്ന വാർത്തകളായിരുന്നു അതിനകത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനത്തെ ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾ എത്തിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിച്ചു കൊണ്ടിരുന്നത്? ഞങ്ങളുടെ ബോഡി ലാംഗ്വേജിനെ കുറിച്ചും ഞങ്ങൾക്ക് ദുഃഖമില്ല എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം? അതൊന്നും നിങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യമില്ല. അതൊന്നും സെൻസ് ഇല്ലാത്തത് കൊണ്ടാണ്, അങ്ങനെ സംസാരിച്ചുകൂടാ എന്ന് പറയാൻ അറിയാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട് ചെയ്യാൻ സാധിക്കും, അത് മനസ്സിലാക്കൂ. ഇത്തരത്തിൽ തംബ്നെയിലുകൾ അതുപോലെ ഹെഡ്ലൈനുകൾ മാറ്റി വയ്ക്കൂ, നേരെ തന്നെ സംസാരിക്കൂ. ഈ മെസ്സേജ് ഇത്രയും ലേറ്റായിട്ടാണ് വരുന്നതെന്ന് എനിക്കറിയാം, എന്നാൽ അന്ന് പറയാനുള്ള ധൈര്യമോ അല്ലെങ്കിൽ മാനസികാവസ്ഥയോ എനിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. ഇപ്പോൾ അതെനിക്കുണ്ട്, ഞാനത് ഓവർകം ചെയ്തു. എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ട വേദന ഞാനിന്ന് മനസ്സിലാക്കുന്നുണ്ട്, എന്നാൽ അത് ചിന്തിച്ച് ഞാൻ ഇരിക്കുന്നില്ല. അതിനപ്പുറമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതൊരു വലിയ റിമൈൻഡറായി തന്നെ എൻ്റെ ഉള്ളിൽ നിൽക്കും. അച്ഛൻ്റെ വേദന എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു മകളെന്ന നിലയിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നതിനപ്പുറം തന്നെ ഞാൻ അനുഭവിച്ചു. അതുപോലെ തന്നെ ഒരു വേദനയിലൂടെ ഞാൻ കടന്നുപോയി. ഞങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് പോലും ഞാനും എൻ്റെ അമ്മയും പഴികേട്ടു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഞങ്ങളെ മോശം രീതിയിൽ ചിത്രീകരിച്ചത്. കാര്യങ്ങൾ അറിയാതെ നിങ്ങളൊന്നും സംസാരിക്കരുതെന്നാണ് താരപുത്രി പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.